തെരഞ്ഞെടുപ്പിന് മുൻപ് ധൃതി പിടിച്ച് ഉദ്ഘാടനം നടത്തിയ പത്തനംതിട്ട ജനറൽ ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ നിലവാരം ഉറപ്പിക്കാനായില്ലെന്ന് കിറ്റ്കോ എഞ്ചിനീയർ. ഉദ്ഘാടനത്തിന് ഉന്നതങ്ങളിൽ നിന്ന് സമ്മർദ്ദമുണ്ടായെന്നും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിൽ എഞ്ചിനീയർ തുറന്നു പറഞ്ഞു. ഇതുവരെയുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തികളും പരിശോധിക്കാൻ ആറന്മുള MLA അബിൻ വർക്കി നിർദ്ദേശം നൽകി. വിഷ്ണു VS വിശദാംശം നൽകും. വിഷ്ണു, പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഈ കെട്ടിടത്തിന്റെ നിലവാരം സംബന്ധിച്ച് അന്ന് ഉദ്ഘാടന ഘട്ടത്തിൽ തന്നെ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിലടക്കം ആരോപണങ്ങൾ ഉയർന്നതാണ്, വിമർശനങ്ങൾ ഉയർന്നതാണ്. ഇപ്പോൾ ഭരണമാറ്റത്തിന് തൊട്ടു പിന്നാലെ തന്നെ എഞ്ചിനീയറുടെ തുറന്നു പറച്ചിൽ അതിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ കാണാം? അപ്പം അബിൻ വർക്കിയുടെ ഈ വിഷയത്തിലുള്ള ഇടപെടൽ ഇനി എങ്ങനെയായിരിക്കും? പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ ഉദ്ഘാടനം ഇതിന്റെ തുടക്കകാലം തൊട്ട് തന്നെ വലിയ തരത്തിൽ വിവാദമായിരുന്നു. ഇതിന്റെ നിർമ്മാണത്തിൽ ആവശ്യമായ ഗുണനിലവാരം ഉറപ്പാക്കാൻ കഴിഞ്ഞില്ലെന്ന് തുറന്നു പറഞ്ഞാണ് കിറ്റ്കോ എഞ്ചിനീയർ രംഗത്തെത്തിയിരിക്കുന്നത്. ഹോസ്പിറ്റൽ മാനേജ് കമ്മിറ്റി യോഗത്തിലാണ് ഉന്നതതല സമ്മർദ്ദത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ധൃതി പിടിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന ഗുരുതരമായ വെളിപ്പെടുത്തൽ എഞ്ചിനീയർ നടത്തിയത്. നിർമ്മാണത്തിൽ വ്യാപകമായ അപാകതകൾ ഉണ്ടെന്നും ആക്ഷേപം ശക്തമായ പശ്ചാത്തലത്തിലാണ് HMC യോഗത്തിൽ അധികൃതർ നിലപാട് വ്യക്തമാക്കിയത്. ഉന്നതങ്ങളിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദം കാരണമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത കൂട്ടേണ്ടി വന്നതെന്നും ഇത് എഞ്ചിനീയർ തുറന്നു പറഞ്ഞിരിക്കുന്നു. ഇത് കെട്ടിടത്തിന്റെ കൃത്യമായ ഗുണനിലവാരത്തെ ബാധിച്ചിട്ടുമുണ്ട്. എഞ്ചിനീയറുടെ തുറന്നു പറച്ചിൽ വലിയ തരത്തിൽ തന്നെ വിവാദമായിരിക്കുകയാണ്. നിർമ്മാണ സമയത്ത് ഭിത്തി കെട്ടിയതിന് തൊട്ടു പിന്നാലെ തന്നെ സിമന്റ് പൂശാൻ അടക്കമുള്ള ജോലികൾ ധൃതി പിടിച്ച് തീർത്തതിനെതിരെ കോൺഗ്രസ് അന്ന് ശക്തമായ പ്രതിഷേധമൊക്കെ പുറപ്പെടുവിക്കുന്നു. ഇതിനെയൊക്കെ ശരിവെക്കുന്നതാണ് എഞ്ചിനീയറുടെ തുടർന്ന് പഠിച്ചത്. ഏതായാലും കാസർഗോഡ് ജില്ലാ ജനറൽ ആശുപത്രിയായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിവാദങ്ങൾ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെതിരെയൊക്കെ ഉണ്ടായിരുന്നു. വലിയ പ്രതിഷേധം തന്നെ പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ശരിവെക്കുന്ന തരത്തിലുള്ള തുറന്നു പറച്ചിലാണ് യോഗത്തിൽ എഞ്ചിനീയറുടെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രമല്ല, ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ MLA അബിൻ വർക്കിയെ തുടർ അന്വേഷണം ശക്തമാക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അപൂർണമായ കെട്ടിടങ്ങളുടെ തിരക്ക് പിടിച്ചുള്ള ധൃതി പിടിച്ചുള്ള ഉദ്ഘാടനത്തിനെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം ഉയർന്നതാണ്. നോക്കൂ വിഷ്ണു, ഇതിപ്പോൾ ഒരു ആശുപത്രിയുടെ കെട്ടിടമാണ്. ഇപ്പോൾ എഞ്ചിനീയർ എന്നെ തുറന്നു പറയുകയാണ്, അന്ന് ധൃതി പിടിച്ച് ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് അത്ര നിലവാരം ആ നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിൽ ആ ബിൽഡിങ്ങിന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു കാര്യം എഞ്ചിനീയർ തന്നെ തുറന്നു പറയുമ്പോൾ വലിയ ആശങ്ക കൂടി അതിനകത്ത് ബാക്കി നിൽക്കുകയാണല്ലോ. അപ്പോൾ രോഗികളുടെയും ആശുപത്രിയിൽ എത്തുന്ന ആളുകളുടെയും ഒക്കെ സുരക്ഷ സംബന്ധിച്ച് വലിയ ഭീഷണി ഉണ്ടാക്കുന്ന ഒരു പ്രതികരണം കൂടിയാണ് എഞ്ചിനീയറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു ഗൗരവതരമായ പ്രതികരണമാണ്, ഗൗരവ തരത്തിൽ എടുക്കേണ്ട ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ സർക്കാർ ഈ ഒരു എഞ്ചിനീയറുടെ പ്രതികരണത്തെ എങ്ങനെ കാണാനാണ് സാധ്യത? ഏത് തരത്തിലുള്ള ഒരു അന്വേഷണവും തുടർ നടപടികളും ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിഷ്ണു? ജനറൽ ആശുപത്രിയെ സംബന്ധിച്ച് ഈ പറയുന്ന ഫയർഫോഴ്സിന്റെ NOC പോലും ഇല്ല എന്നുള്ള കാര്യത്തിൽ ഉള്ള വാർത്ത നമ്മളടക്കം പുറത്തുവിട്ടതാണ്. ഈ പറയുന്ന വിഷയത്തിൽ ഗൗരവമായി എടുത്തുകൊണ്ട് ആശുപത്രിയിൽ ഇതുവരെ നടന്ന എല്ലാ നിർമ്മാണ പ്രവർത്തികളും അടിയന്തരമായി പരിശോധിക്കാൻ ആറന്മുളയുടെ ഇപ്പോഴത്തെ MLA അബിൻ വർക്കി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫയലുകളും അടിയന്തരമായി ഹാജരാക്കാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പദ്ധതിക്കായി ചെലവഴിച്ച തുകയുടെ എല്ലാ കണക്കുകളും വരും ദിവസങ്ങളിൽ സമഗ്രമായ ഓഡിറ്റിങ്ങിന് വിധേയമാക്കും. ഇതൊക്കെ സർക്കാർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സർക്കാരിലേക്ക് അറിയിക്കും. സർക്കാർ ഫണ്ട് വിനിയോഗിച്ചുള്ള വലിയൊരു പദ്ധതിയിലുണ്ടായ സുരക്ഷാ ഗുണനിലവാരം വീട്ടിൽ വരും ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ള നടപടി തന്നെ ഉണ്ടാകുമെന്നാണ് MLA അടക്കമുള്ളവർ പറയുന്നത്. ഏതായാലും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആയിരുന്നു. വീണ ജോർജിന്റെ മണ്ഡലത്തിൽ തന്നെയുള്ള ഒരു ആശുപത്രി ഇത്രയും വലിയ ക്രമക്കേടുകൾ നടന്നപ്പോൾ അത് ഏത് തരത്തിലായിരിക്കും ഇപ്പോഴത്തെ സർക്കാർ അതിനെ വിലയിരുത്തുന്നതും ഉള്ള കാര്യത്തിലേക്ക് അടുത്ത ദിവസം ഈ പറയുന്ന MLA അടക്കമുള്ളവരുടെ വിവരങ്ങൾ ശേഖരിച്ച ശേഷം നിലപാടെടുക്കുന്നുള്ള കാര്യം സംശയം. പക്ഷേ ഏറ്റവും കൂടുതൽ പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന ജനറൽ ആശുപത്രിയാണ്. ആ ആശുപത്രി ഈ തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ ഉണ്ടെന്നൊക്കെ അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു എഞ്ചിനീയർ തന്നെ പുറത്തു പറയുമ്പോൾ വലിയ ഗൗരവമായി തന്നെ എടുക്കേണ്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പുറത്തുവിട്ട വാർത്തകൾ ഈ പറയുന്ന ഫയർഫോഴ്സിന്റെ NOC പോലും ഈ പറയുന്ന ജനറൽ ആശുപത്രിക്ക് ഇല്ല എന്നുള്ളത്. അങ്ങനെ വലിയ തരത്തിലുള്ള ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിക്കുള്ളത്. ഫയർഫോഴ്സിന്റെ NOC അടക്കം കിട്ടാതെയാണ് അതിന്റെ ഉദ്ഘാടനം നടത്തിയത് എന്ന ആരോപണം കൂടി ഘട്ടത്തിൽ ഉയരുകയാണ്. എന്തായാലും ആശുപത്രിയിലെ പുതിയ ക്രിട്ടിക്കൽ കെയർ ബ്ലോക്ക്, OP ബ്ലോക്ക് എന്നിവയടക്കം
എന്നിവ അടങ്ങുന്ന പുതിയ കെട്ടിടമാണ് ധൃതി പിടിച്ച് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അതിൻ്റെ നിർമ്മാണത്തിൽ കാര്യമായ ശ്രദ്ധ ചെലുത്താൻ പറ്റിയിട്ടില്ല, എന്ന് വെച്ചാൽ ക്വാളിറ്റി ഉറപ്പുവരുത്താൻ അഷ്വർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തുറന്നു പറയുകയാണ് അതിൻ്റെ എഞ്ചിനീയർ തന്നെ. അപ്പോൾ അങ്ങനെ ഒരു ഗൗരവതരത്തിലുള്ള തുറന്നു പറച്ചിൽ എഞ്ചിനീയർ തന്നെ നടത്തിയ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ്, സർക്കാർ ഇതിനകത്ത് എന്ത് നിലപാട്, തുടർ നടപടി ഇനി സ്വീകരിക്കുമെന്നുള്ളത് പ്രധാനമാണ്. വി എസ് വിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്.